ഹലോ. അങ്ങനെ ഞങ്ങൾ ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്ത് കൈനഗിരി ടെർമിനലിലെത്തി. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്പീഡ് ബോട്ട് കിട്ടി. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ സ്പീഡ് ബോട്ടിൽ കയറുന്നത്. അങ്ങനെ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ച് ഇപ്പോൾ സ്പീഡ് ബോട്ടിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിത് സ്പീഡ് ബോട്ടൊക്കെ എടുത്ത് തുടങ്ങി. ഞാൻ ആദ്യം ഒരു ഫോൺ എടുത്ത് ഞങ്ങളുടെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്ത് അകത്തു നിന്നുള്ള ഷൂട്ടിങ്ങാണ്. ഹൗസ് ബോട്ടിൽ നിന്ന് അച്ഛൻ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണിത്. അങ്ങനെ നമ്മുടെ സ്പീഡ് ബോട്ട് പോയി തുടങ്ങി. നമ്മൾ സ്പീഡ് ബോട്ടിൽ കയറിയിരുന്ന് ഇപ്പോൾ ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ ഈ സ്പീഡ് ബോട്ട് ഏകദേശം ഒരു 10 മിനിറ്റേ ഉള്ളൂ. ആ 10 മിനിറ്റ് നമുക്ക് പോകുന്നത് പക്ഷേ അറിയത്തില്ല. അത്രയ്ക്കും അഡ്വഞ്ചറാണ്. നമ്മളത് അതിൻ്റെ 100, 120, 200 നമ്മുടെ ഈ കൈനഗിരി കായലിൽ കൂടെ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. പക്ഷേ ഇവിടെ ഈ സ്പീഡ് ബോട്ടിൽ ഒരാൾക്ക് കയറാൻ 300 രൂപയാണ്. എന്നാലും സാരമില്ല. അത്രയ്ക്കും അതിനേക്കാളും നല്ലൊരു അഡ്വഞ്ചറാണ്. നമ്മുടെ ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് സ്പീഡെന്ന് വെച്ചാൽ. അതേപോലെ ചേട്ടൻ സ്കിഡൊക്കെ ചെയ്യും, നന്നായിട്ട് സ്കിഡൊക്കെ ചെയ്തെടുക്കും. അങ്ങനെ നമ്മളിത് പറന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് വേറൊരു ഹൗസ് ബോട്ട്. അങ്ങനെ 2-3 ഹൗസ് ബോട്ടുകളും കാഴ്ചകളും ഒക്കെയാണ് ചേട്ടൻ്റെ അടിപൊളിയായിട്ട് ഓടിക്കുക. അങ്ങനെ നമ്മളിത് സ്പീഡിൽ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കായലിലെ കാഴ്ചകളൊക്കെ കണ്ട് വെള്ളമൊക്കെ നല്ല രീതിക്ക് തെറിക്കുന്നുണ്ട്. നമ്മൾ കൈനഗിരി ടെർമിനലിലാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് കൈനഗിരി ടെർമിനൽ റോഡ് വഴിയും വരാനുള്ള മാർഗ്ഗമുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഹൗസ് ബോട്ടിൽ കൂടെ ഇങ്ങനെ നമ്മൾ പുന്നമടയിൽ നിന്ന് ഇങ്ങനെ കൈനഗിരി വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു രക്ഷയും നമ്മൾക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. സ്പീഡ് ബോട്ടാണ് വളഞ്ഞും തിരിഞ്ഞും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ പറയാതിരിക്കാൻ വയ്യ. എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വലിയൊരു അഡ്വഞ്ചറാണ് ഈ ആലപ്പുഴ വരുമ്പോൾ തന്നെ. ഈ ഹൗസ് ബോട്ട് കൈനഗിരി കായലിൽ മാത്രമല്ല വേറെ പലയിടത്തും അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് നമ്മൾ ഈ ഹൗസ് ബോട്ട് ഈ പാക്കേജ് ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് തന്നെ നമുക്ക് ചേട്ടൻ്റെ ഫോൺ നമ്പർ ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ട് ഈ സ്പീഡ് ബോട്ടിൽ. അപ്പോൾ സ്പീഡ് ബോട്ട് നമുക്ക് ബുക്ക് ചെയ്യണം. ഈ ചേട്ടനെ വിളിച്ച് ബുക്ക് ചെയ്താലും മതി. ഇതുപോലെയാണ് ഈ ചേട്ടൻ സ്പീഡ് ബോട്ട് സ്കിഡൊക്കെ ചെയ്യും. അങ്ങനെ നമ്മൾ സ്പീഡ് ബോട്ടിൽ നിന്ന് ഹൗസ് ബോട്ടിൽ കയറി. ഈ ചേട്ടൻ ഫയർ ആൻഡ് സേഫ്റ്റിയിലുള്ളൊരു ചേട്ടനാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ ഈ ചേട്ടനെ തന്നെ കോൺടാക്ട് ചെയ്യുക. ഗുഡ് ബൈ.